മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു പായസമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തമിഴിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് പായസമാണെന്നുള്ളത്. പക്ഷേ എന്ത് പായസമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോതമ്പ് പായസം, നുറുക്ക് ഗോതമ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ട്. ആ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പായസം ഉണ്ടാക്കി കഴിക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കാം, നുറുക്ക് ഗോതമ്പ് പുട്ടുണ്ടാക്കാം, നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കാം. പക്ഷെ നമ്മൾ ശർക്കരയൊക്കെ വരട്ടി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് പായസം ഉണ്ടാക്കി വരുമ്പോൾ കുറേ ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ വേഗം പരിപാടി കഴിയും. ഒന്ന് കുക്കറിലേക്ക് ഇടുക, പായസം ആക്കുക, അത്രയുള്ള പരിപാടി. ഒരുപാട് സമയം ഇളക്കിക്കൊണ്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പായസം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഈ പായസം ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള നുറുക്ക് ഗോതമ്പ് എന്ത് ചെയ്യണം എന്നറിയാതെ കുറേ ആളുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മധുരം കുറച്ച് ഇതുപോലെ ഹെൽത്തി ആയിട്ട് പായസം ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. പിന്നെ ഹെൽത്തി ആയിട്ടെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നെയ്യ് വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ പായസത്തിന് ആവശ്യമായിട്ടുള്ള നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പായസം കുക്കറിൽ ചേർക്കുമ്പോൾ തന്നെ ചേർക്കുന്ന ആ നെയ്യ് ആവശ്യമില്ല, അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോൾ വളരെ കുറച്ച് നെയ്യിൽ ഫ്രൈ ചെയ്ത് ചേർക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ പായസം ഉണ്ടാക്കി ഹെൽത്തി ആയിട്ട് തന്നെ കഴിക്കാം. വേറെ നമ്മളിതിൽ ആവശ്യമില്ലാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല, എല്ലാം ആവശ്യമുള്ളത് തന്നെയാണ്. പാലും ഒക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നുറുക്ക് ഗോതമ്പാണ്. ഇത് 1/2 കപ്പ് നുറുക്ക് ഗോതമ്പ് ഒരു 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഞാനൊരു 10 മിനിറ്റായിട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. വെള്ളത്തിലിട്ട് വെക്കണം എന്നൊന്നുമില്ല, പിന്നെ 10 മിനിറ്റ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണെങ്കിൽ അത്രയും നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഞാനൊരു മീഡിയം മധുരത്തിലും കുറച്ചുകൂടി നിൽക്കുന്ന രീതിയിൽ എടുത്തിട്ടുള്ളതാണ് 5 ടേബിൾ സ്പൂൺ. അതിലും കൂടുതലും നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ 6 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഏലക്കാപ്പൊടി, നെയ്യ്, കാഷ്യൂനട്ട്, റൈസിൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയുണ്ട്, പാലാണ്. പാല് ഞാൻ തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. 1 ലിറ്റർ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പാല് പിരിഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ട് പായസം റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ പായസം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളൊരു കുക്കർ ചൂടാക്കിയിട്ട് കുക്കറിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇത് നോൺ സ്റ്റിക്കിൻ്റെ കുക്കറിലോ അലുമിനിയത്തിൻ്റെ കുക്കറിലോ അതുപോലെ തന്നെ സ്റ്റീൽ കുക്കറിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാം. പാൽ ആദ്യം തിളപ്പിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. മെൽറ്റായി തുടങ്ങുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ചെറിയ ബർണറിൽ വെക്കണം, വലിയ ബർണറിൽ വെക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ബർണറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര വേഗം കരിഞ്ഞു പോവും, കുക്കറിൽ ചുറ്റുമൊക്കെ കരിഞ്ഞു പിടിക്കും. അതുകൊണ്ട് നമ്മൾ ചെറിയ ബർണറിൽ വെച്ചിട്ട് തന്നെ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുക. ഇതിൽ കുക്കിംഗ് മുഴുവൻ നമ്മൾ ലോ ഫ്ലെയിമിൽ ചെറിയ ബർണറിൽ വെച്ചാണ് ചെയ്യുന്നത്. ഹൈ ഫ്ലെയിമിൽ കുക്കിംഗ് ഒന്നുമില്ല, നമ്മുടെ പാല് തിളപ്പിക്കുന്നത് മാത്രമേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. ബാക്കിയുള്ള ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാനാണ്. അപ്പോൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഏലക്ക പൊടി കൂടാതെ 2 ഏലക്ക ഒന്ന് തൊലി മാറ്റിയിട്ട് ആ സീഡ്സ് മാത്രം ഇട്ട് പായസം വേവിക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏലക്കയുടെ ഫ്ലേവർ കൂടുതലായിട്ട് കിട്ടാനാണത്. അതിനുള്ള 2 ഏലക്ക എടുത്ത് വയ്ക്കാം. അപ്പോൾ അതൊന്ന് മെൽറ്റായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര ഇതാ മെൽറ്റായി തുടങ്ങി. ഇനി നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പാല് പിരിഞ്ഞു പോവാതിരിക്കാൻ പഞ്ചസാര കാരമലൈസ് ചെയ്തതിലേക്ക് പാല് ഡയറക്റ്റ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതിനുള്ള ഒരു വഴിയും കൂടി ഞാനിപ്പോൾ പറയുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇപ്പോഴല്ല, കാരമലിൻ്റെ കളർ പെർഫെക്റ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ആദ്യം വെള്ളം ചേർത്ത് കാരമലൊന്ന് ലൂസാക്കി എടുക്കണം. അതിന് ശേഷം പാല് ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ പിരിഞ്ഞു പോകില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. അപ്പോൾ പഞ്ചസാരയുടെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. ഫ്ലെയിം കുറച്ച് വയ്ക്കാം കേട്ടോ, ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, ചെറിയ ഫ്ലെയിം ആയിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് എത്രത്തോളം പായസത്തിന് കളർ വേണം എന്നുള്ളതനുസരിച്ച് പഞ്ചസാരയുടെ കളർ നമ്മൾ തീരുമാനിക്കാം. ഈ കാരമലിൻ്റെ കളറ് നന്നായിട്ട് കരിഞ്ഞ പോലത്തെ കളറാവരുത്, എങ്കിലും ഒരു ബ്രൗണിഷ് റെഡ് ഷെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ആദ്യമേ തന്നെ നമ്മൾ പാല് ചേർക്കുമ്പോഴാണ് പാല് പിരിഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വെള്ളത്തിൻ്റെ കാര്യം എടുത്തു പറയുന്നത്. ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്, വളരെ ചെറിയൊരു ക്വാണ്ടിറ്റി വെള്ളം ചേർക്കുക. ഇത് കണ്ടോ, നന്നായിട്ട് പഞ്ചസാരയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ബ്രൗൺ ഷെയ്ഡ് ആക്കി എടുക്കുന്നില്ല കേട്ടോ, ഈ ഒരു ഷെയ്ഡിലാക്കി വരുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വെള്ളം ചേർക്കാൻ എടുത്ത് കയ്യിൽ പിടിക്കുക. കയ്യിലേക്ക് പൊട്ടിത്തെറിക്കും വെള്ളം ചേർക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് കുറച്ച് ഗ്യാപ്പിലൊക്കെ നിന്നിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കാരമലിൻ്റെ കളറൊക്കെ റെഡി ആയി വരുന്നുണ്ട്. ഇത്രയും മതിയെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതിലും കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സെക്കൻഡ്സ് മതി കേട്ടോ, 1 മിനിറ്റ് പോലും വേണ്ട. ഞാനിനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്.
കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി ലൂസാക്കി എടുക്കുക. നമ്മൾ പാല് തിളപ്പിക്കുമ്പോൾ പാലിൽ വെള്ളം ചേർക്കരുത്. പാല് ഡയറക്റ്റ് തിളപ്പിച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ പാല് തിളപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ ചെയ്യാനായിട്ട്. ഇനി നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുന്നത് വരെ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഇപ്പോൾ കണ്ടോ, നല്ല ഭംഗിയുള്ള ഒരു കളർ റെഡി ആയി കഴിഞ്ഞു. ഇതൊന്ന് തിളക്കട്ടെ. തിള വരുമ്പോൾ നമുക്ക് പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ഗോതമ്പ് പായസം ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ശർക്കരയിൽ വരട്ടി തേങ്ങാപ്പാലിൽ വരട്ടി ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു പായസം. അപ്പോൾ നിങ്ങൾ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ക്യാരമലും വെള്ളവും എല്ലാം ചേർന്ന് തിളച്ച് തുടങ്ങി. നമുക്കിനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാല് മുഴുവനും ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പായസം കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് പാല് തിളപ്പിച്ച് ചേർത്ത് കൊടുക്കാം. അത് അല്ലെങ്കിൽ നിങ്ങൾ 1/4 കപ്പ് പാല് മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ മാറ്റിയൊന്നും വെച്ചിട്ടില്ല. നമ്മുടെ ഗോതമ്പൊക്കെ കുക്കായി വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. പാല് നിങ്ങൾ തിളപ്പിക്കാതെയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോതമ്പ് ഇപ്പോൾ ചേർക്കരുത്. പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രം ചേർക്കുക. പക്ഷെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ആദ്യമേ പാലൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും തന്നെ പിരിഞ്ഞു പോകാതിരിക്കാനാണ്. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കുക്കറാണെങ്കിൽ, നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന കുക്കറാണെങ്കിൽ നന്നായിട്ട് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പാലൊന്നും പിരിഞ്ഞു പോവില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. പാലിൽ നിന്ന് നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത്, നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, ആ പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നല്ല ഭംഗിയുള്ളൊരു പാൽച്ചായയുടെ കളറൊക്കെ റെഡിയായി കഴിഞ്ഞു. അധികം കടുപ്പമില്ലാത്ത പാൽച്ചായയുടെ കളറായി കഴിഞ്ഞു. ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡായിട്ടുണ്ട്. ഇനി നമ്മുടെ പായസം കുക്കായി വരുമ്പോൾ ഇത് കറക്റ്റ് കളറായിക്കോളും. ഇതിലേക്ക് നമുക്കിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്ക ഉണ്ടല്ലോ, ഏലക്കയുടെ സീഡ്സ് മാത്രം ചേർത്ത് കൊടുക്കാം. ഒരുപാട് നെയ്യ് വേണ്ട, ചെറിയൊരളവിൽ മാത്രം ഇപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി റെഡിയായി വരുമ്പോൾ നമുക്ക് അടച്ചു വെക്കാം കുക്കർ. അപ്പോൾ നമ്മുടെ സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കേണ്ടി വരും കേട്ടോ നമ്മളിതൊന്ന് റെഡിയാക്കി കഴിയുമ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര ക്യാരമലൈസ് ചെയ്തതിലേക്ക് വെള്ളം ചേർത്ത് കഴിയുമ്പോൾ മൊത്തം ഒന്ന് പൊട്ടിത്തെറിക്കുമല്ലോ. അതുകൊണ്ട് ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കേണ്ടി വരും. അത് മാത്രമേ ഇതിലൊരു കുറച്ച് പണിയുള്ള കാര്യമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും എളുപ്പത്തിൽ ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ, ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളെങ്ങനെയാണ് ഗോതമ്പ് പായസം ഉണ്ടാക്കാറുള്ളതെന്നൊക്കെ. അപ്പോൾ നമുക്കിനി അടച്ചു വയ്ക്കാം. വെയിറ്റ് ഇട്ടിട്ട് തന്നെ അടച്ചു വയ്ക്കണം. നന്നായിട്ട് ഇത് കണ്ടോ, ആവി വന്നു തുടങ്ങുന്നുണ്ട്. ഇതിൽ വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിസിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ചെറിയ ബർണറിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കുക. 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. വിസിൽ വന്നാലും പേടിക്കേണ്ട, വിസിൽ വന്നില്ലെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. രണ്ടായാലും കുഴപ്പമില്ല. നമ്മുടെ ബർണറിൻ്റെ ചൂടനുസരിച്ച് ചിലപ്പോൾ ഒരു വിസിൽ വന്നേക്കാം, ചിലപ്പോൾ വിസിൽ വരാതിരിക്കാം. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ നമ്മുടെ പായസം എന്താ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തിരി കുറുകിയാണ് കേട്ടോ ഇരിക്കുന്നത്, കുറച്ച് കുറുകിപ്പോയി. അപ്പോൾ ഞാനിത് വിസിലൊന്നും വന്നില്ല, അതിന് മുന്നേ തന്നെ ഓഫ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ 30 മിനിറ്റിൽ ലോ ഫ്ലെയിമിൽ വെച്ചപ്പോൾ വിസിലൊന്നും വരാതെ തന്നെയാണ് ഇരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല, വിസിൽ വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട്, ഇതുപോലെ കുറുകിയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാല്, ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ പാലും കൂടി തിളപ്പിച്ച് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എത്ര പാല് വേണമെന്ന് വെച്ചാൽ 1/4 കപ്പ് മതിയെങ്കിൽ 1/4 കപ്പ്, 1/2 കപ്പ് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് അത്രയും ചേർത്തിട്ട് തിളപ്പിച്ചിട്ട് തന്നെ ചേർക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒന്നുകൂടി ഒന്ന് പായസം ഇളക്കി മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ തിളച്ച പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തിളച്ച പാല് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാൻ പോവുകയാണ്. ഇനി ഇത് വീണ്ടും കുറുകി വരും കേട്ടോ. ഗോതമ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കുറുകി വരും. അതുകൊണ്ട് നമ്മളിനി കുറേ സമയം തിളപ്പിക്കരുത്. ജസ്റ്റ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് ഇനി കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. അത്രയേ ഉള്ളൂ. നമ്മുടെ പായസത്തിൻ്റെ പരിപാടി വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്. അപ്പോൾ
ഒന്ന് പാലൊന്ന് മിക്സായി വരട്ടെ. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ മധുരം നിങ്ങൾക്ക് മതിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. മധുരം കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ഈ പായസത്തിലേക്ക് ചൂടോടുകൂടി തന്നെ പഞ്ചസാര ചേർത്ത് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. കാഷ്യൂനട്ടും റൈസിൻസിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ ചോയ്സാണ് എത്ര വേണം എന്നുള്ളത്. അപ്പോൾ നെയ്യ് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ടിൻ്റെ കളർ മാറിപ്പോവാതെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ ഒരുപാട് കാഷ്യൂനട്ടും ഒരുപാട് റൈസിൻസും ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ നമുക്ക് തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കണം എന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് ഫ്രൈ ചെയ്ത് ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കുന്നില്ല കേട്ടോ, ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ തേങ്ങക്കൊത്ത് ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം തേങ്ങക്കൊത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ചേർക്കാം. അപ്പോൾ നമ്മുടെ കാഷ്യൂനട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് റൈസിൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ബ്ലാക്ക് റൈസിൻസ് ആണ് കേട്ടോ ചേർക്കുന്നത്. മറ്റേ വൈറ്റ് റൈസിൻസ് എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് റൈസിൻസ് ചേർക്കുന്നത്. ഏതായാലും കുഴപ്പമില്ല, നമ്മുടെ പായസത്തിൽ ടേസ്റ്റിന് കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പോൾ ഇനി ഇതും കൂടി ഒന്ന് റെഡിയായി വരട്ടെ, ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട റെസിപ്പികളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണേ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓൾ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ കാഷ്യൂനട്ടിൻ്റെ കളർ ഒരുപാട് മാറിപ്പോവാത്ത രീതിയിലാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ നെയ്യോട് കൂടിയാണ് പായസത്തിലേക്ക് ചേർക്കുന്നത്. നെയ്യും കൂടി ചേർത്താലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇളക്കി കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ പായസത്തിലേക്ക് ഒന്ന് പിടിച്ചു വരട്ടെ. അപ്പോൾ ഈ ബ്ലാക്ക് മുന്തിരി ഇതുപോലെ ഇടയ്ക്ക് കിടക്കുമ്പോൾ കഴിക്കാനും ടേസ്റ്റാണ്, അതുപോലെ തന്നെ കാണാനും ഒരു ഭംഗിയാണ്. ഇപ്പോൾ എല്ലാം താഴ്ന്നു പോയി. നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് ഈ പായസം കഴിക്കാം. അപ്പോൾ കാഷ്യൂനട്ടും റൈസിൻസും എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചേർക്കുമ്പോൾ ആ ഏലക്കയുടെ ഫ്ലേവർ ഒന്നുകൂടി നമ്മുടെ പായസത്തിൽ നിൽക്കും കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.